ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ മറ്റോ ഇരിക്കുന്ന ഒരാൾ വരികയുണ്ട്. ആ പരിപാടി കഴിഞ്ഞപ്പോൾ കേരളം കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു വണ്ടി പിടിച്ച് അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തെ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ഗ്രാമങ്ങളിൽ പോകാനാണ് അദ്ദേഹം താല്പര്യമെടുത്തത്. അപ്പോഴാണല്ലോ യഥാർത്ഥ ചിത്രം കിട്ടുക. അപ്പോൾ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സിട്ട് കാണുന്നത്? എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടക്കുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഗ്രാമങ്ങളിൽ ഉടുപ്പിടുന്നവർ വളരെ ചുരുക്കമാണെന്ന് അർത്ഥം. ഭയങ്കര ആശ്ചര്യം അദ്ദേഹത്തിന്. ഇവിടെ എന്താണ് മാലിന്യമൊന്നും ഇങ്ങനെ കാണാത്തത്? അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നുണ്ട്, അത് ഹരിതകർമ്മസേനയുണ്ട്, അവരിങ്ങനെ ചെയ്യാണ്, അങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുകയാണ്. ഓ, ഇതാണോ കേരളം? ഞാൻ ഇങ്ങനെയല്ല കേട്ടിരുന്നത്. അപ്പം യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയാൻ. എന്നിട്ട് ആ ഡ്രൈവറോട് അദ്ദേഹം പറയാണ് പോലും, ഞാൻ വീണ്ടും വരും, നിങ്ങൾ തന്നെ വരണം ഡ്രൈവറായിട്ട് കേട്ടോ. ഇപ്പം ഈ ഭാഗത്തേ പോയുള്ളൂ. ഈ ഭാഗത്ത് വെച്ചാൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരികയാണ്. ഇനി എറണാകുളത്ത് ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് ആ സ്ഥലവും കൂടി കാണേണ്ടതുണ്ട്. ഇതാണ് കേരളം. ഈ കേരളം ഈ രീതിയിൽ നിലനിൽക്കണോ? അതാണ് പ്രശ്നം. നാം കാണേണ്ട കാര്യം RSS പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല. കേരളത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാവുന്ന. CPIM പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായതും CPIM തന്നെയാണ്. ഇവിടെ വഴീക്കോടൻ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവിച്ചതുപോലെ CPIM എന്ന നിലക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഫലപ്രദമായ നേതൃത്വം ഏറ്റെടുത്ത് കേരളത്തിലാകെ സംഘടനാ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത് CHും വഴീക്കോടനുമായിരുന്നു. AKGയെയും EMSനെയും മറന്നല്ല ഞാനിത് പറയുന്നത്. ഈ രണ്ടുപേരും ഒരാൾ ഒരു ഭാഗത്തേക്കും മറ്റൊരാൾ മറ്റൊരു ഭാഗത്തേക്കും പാർട്ടി നിർദ്ദേശമനുസരിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന കാലമായിരുന്നു. വ്യക്തമായ ഉദ്ദേശം CPIMനെ ദുർബലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് അഴീക്കോടനെ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം പലവട്ടം സംസാരിച്ചതായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ CPIMൻ്റെ പ്രവർത്തനം തീർത്തും താളം തെറ്റാൻ, അങ്ങനെ പുറകോട്ട് പോകാൻ അഴീക്കോടനെ നിഷ്കാസനം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്ന് കരുതിയ ഉരുട്ടു ബുദ്ധികളുണ്ടായിരുന്നു. ഇങ്ങനെ അനേകം ആക്രമണങ്ങൾ CPIMന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, നേതൃത്വം വഹിച്ച ഒരു മന്ദിരമാണ് അഴീക്കോടൻ സ്മാരക മന്ദിരം. അവിടെ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒട്ടേറെ സഖാക്കൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. എന്നാൽ അവരെല്ലാം അനുഭവിക്കേണ്ടി വന്ന ത്യാഗം വിവരണാതീതമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായിരുന്നു ആ സഖാക്കളെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആത്മവീര്യവും ചോരാതെ എല്ലാ പ്രതിസന്ധികളെയും ആക്രമണങ്ങളെയും നേരിടാനും ചെറുത്തു നിൽക്കാനുമൊക്കെ പാർട്ടി സഖാക്കളാകെ ധീരമായ നേതൃത്വങ്ങൾക്ക് പിന്നിൽ അണിനിരന്നതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. കണ്ണൂർ ജില്ല ഒരു കാലത്ത് കാസർഗോഡ് ജില്ല പൂർണ്ണമായും വയനാട് ജില്ലയുടെ മാനന്തവാടി താലൂക്ക് അടക്കമുള്ള ഭാഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒന്നായിരുന്നു. ആ വിസ്തൃതമായ ജില്ലയുടെ ഭാഗമായി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതത് ഘട്ടത്തിലുള്ള പാർട്ടി നേതൃത്വത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആവേശകരമായ കാര്യമാണ്. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ നടന്ന ആക്രമണങ്ങൾ അത് നമ്മൾ ഓർക്കുമ്പോൾ സഖാവ് മൊയാരത്തിനെ ഓർക്കേണ്ടതായിട്ടുണ്ട്. മൊയാരത്ത് നല്ല പ്രായമുള്ള ഘട്ടത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഒരുക്കിയ കുറുവടിപ്പടയുടെയും പോലീസിൻ്റെയും ആക്രമണത്തിനിരയാകുന്നത്. അന്ന് കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്ത ആൾക്ക് തന്നെ സഖാവ് മൊയാരത്തിനെ തല്ലിക്കൊന്നുവെന്ന് കേട്ടപ്പോൾ
പ്രതികരിക്കേണ്ടതായി വന്നു. അതിനെതിരെ ശബ്ദിക്കേണ്ടതായി വന്നു. സഖാവ് അഴീക്കോടനെ കൊലപ്പെടുത്തിയ ഘട്ടത്തിൽ ആ രീതിയിലുള്ള ഒരിടപെടൽ നാം കണ്ടില്ല. എത്രമാത്രം രാഷ്ട്രീയ എതിരാളികൾ കൊലകൾ ആസ്വദിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് ആ കാര്യങ്ങൾ. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, കണ്ണൂർ ജില്ലയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSSഉം രംഗത്ത് വന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും പരസ്പരം സഹായിക്കുന്നതും നമ്മുടെ നാട് കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനിയായ നേതാവ് തന്നെ RSS ശാഖയുടെ സംരക്ഷകനായി നിന്ന കാര്യം അഭിമാനപൂർവ്വം പരസ്യമായി പറയുന്നത് നാം കേട്ടു. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ടത് എന്നത് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചത്. അഴീക്കോടൻ കേരളത്തിലെ മുന്നണിയുടെ കൺവീനറും നമ്മുടെ സംസ്ഥാനത്തെ CPIMന്റെ സമുന്നതനായ നേതാവും. ഇതുപോലുള്ള നേതാക്കളെ ഏതെങ്കിലും പാർട്ടികളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ആ നഷ്ടം സഹിച്ച് അവരുടെ വിയോഗമുണ്ടാക്കിയ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന നമ്മളോട് കേരളത്തിലെ വലതുപക്ഷം പറയാണ്, നിങ്ങളാണ് അക്രമകാരികളും, കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസ്റ്റുകാരാണ് അക്രമികൾ എന്ന് അവർ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്നതിന് വലിയ തോതിൽ അംഗീകാരം കിട്ടുന്നതിനായി വലതുപക്ഷ മാധ്യമങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത് CPIMനെ അക്രമികളായി ചിത്രീകരിക്കുന്നു. ഇതും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ തരത്തിലുള്ള ആക്രമണ പരമ്പര ഒരു ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ അഴിച്ചുവിട്ടിരുന്നു. കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റുകാർ എന്തെങ്കിലും അതിക്രമം കാണിച്ചതുകൊണ്ടായിരുന്നില്ല. അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ ലീഗ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ CPIMകാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഏത് പ്രതിസന്ധിയെയും നേരിടുന്ന പ്രത്യേക വൈഭവം CPIMനുണ്ട്. അങ്ങനെയാണ് അത് തുറന്നു പോകുന്നത് നല്ലതല്ല എന്നവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടായത്. പക്ഷേ നഷ്ടപ്പെടേണ്ടി വന്നത് ഒരുപാട് ധീരരായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന സഖാക്കളെയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്തവർ, നാടാകെ അംഗീകരിക്കുന്നവർ, ആർക്കും എതിർ രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു കുറ്റവും പറയാനില്ലാത്ത സഖാക്കളടക്കമാണ് OK പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെടേണ്ടി വന്നത്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു പാർട്ടിയാണ് CPIM. ആ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളുടെയെല്ലാം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനാ കേന്ദ്രമായി മാറിയത് അഴീക്കോടൻ സ്മാരക മന്ദിരമായിരുന്നു. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സ്വദേശി ബിൽഡിങ്ങിലായിരുന്നു പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനം പ്രവർത്തിച്ചിരുന്നത്. പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കൂടുതൽ നല്ലൊരു ഓഫീസ് കെട്ടിടം വേണം എന്നാലോചിച്ചതിൻ്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലം നോക്കിയത്. സ്ഥലം നല്ലത് തന്നെ കിട്ടി, പക്ഷേ അതിനുള്ള കാശ് മുഴുവൻ കയ്യിലില്ല. പെട്ടെന്ന് അക്കാലത്തെ പാർട്ടിയുടെ സ്ഥിതി വെച്ച് അതിനാവശ്യമായ ഫണ്ടും സമാഹരിക്കാനാകുന്നില്ല. അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം, കണ്ണായ 2 ഭാഗം കൊടുക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ബാക്കിയുള്ള സ്ഥലം വെച്ച് പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അന്നത്തെ ഘട്ടത്തിൽ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ആ കെട്ടിടത്തിനുണ്ടായിരുന്നു. അത് വെച്ചാണ് അരനൂറ്റാണ്ട് പ്രവർത്തിച്ചു പോയത്. ഈ ഘട്ടത്തിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ജില്ല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ കൂടുതലായി കടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് പാട്യം ഗോപാലൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. അന്നത് പൊതുവിൽ താങ്ങാവുന്ന ഒരു വേർപാടായിരുന്നില്ല. ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പിന്നീട്
സംസ്ഥാന സെക്രട്ടറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് ചടിയൻ ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തെ ബാധിച്ച മാരകമായ രോഗത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രതിവിധി ഉണ്ടായിരുന്നില്ല. ആ വേർപാടും അതീവ ദുഃഖഭാരത്തോടെയാണ് നാം ഏറ്റുവാങ്ങിയത്. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് അസുഖം ബാധിക്കുന്നത്. അദ്ദേഹത്തെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന് രക്ഷപ്പെടുത്താനായില്ല. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടും ഉണ്ടായത്. ആ വേർപാടുമായി ഇപ്പോഴും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയെല്ലാമുള്ള ഒട്ടേറെ വേർപാടുകൾ കനത്ത നഷ്ടമാണ് നമുക്കുണ്ടാക്കിയതെങ്കിലും അവരെല്ലാം കാണിച്ച മാർഗത്തിലൂടെ കൂട്ടായ പ്രവർത്തനം തുടരാനും ശക്തിപ്പെടുത്താനുമാണ് പാർട്ടി എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. ആ കൂട്ടായ്മ എല്ലാ ഘട്ടത്തിലും നിലനിർത്താനും ശക്തിപ്പെടുത്താനും പാർട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരുപാട് കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലേക്ക് അങ്ങനെ തള്ളി വരുന്നുണ്ടെങ്കിലും അവയിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എല്ലാവിധ എതിർപ്പുകളും നേരിട്ട് ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാ കാലത്തും പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് CPIM എന്ന പാർട്ടി എടുത്താൽ ഒരു ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ ജില്ല എന്ന രീതിയിൽ പ്രഥമ പരിഗണന കണ്ണൂരിന് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സഹിക്കാൻ പറ്റാത്ത എതിരാളികൾ, ആ എതിരാളികൾക്ക് എപ്പോഴും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ നേതൃനിര, അവരെല്ലാം കണ്ണൂരിലെ പ്രസ്ഥാനത്തെ ഏതെല്ലാം തരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ പറ്റും അതിനാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനുഷ്യരുള്ള പാർട്ടിയാണ്. മനുഷ്യരെന്ന നിലക്ക് വരാനിടയുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ആർക്കും വന്നു ചേരാം. പ്രശ്നം ഒരു പാർട്ടി എന്ന നിലക്ക് അതിനോട് സ്വീകരിക്കുന്ന സമീപനത്തിലാണ്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറിട്ട് നിൽക്കുന്നത്. ഒരു ഘട്ടത്തിലും അത്തരം തെറ്റുകളെ, ചെയ്ത കുറ്റങ്ങളെ ഏതെങ്കിലും തരത്തിൽ മൂടിവെക്കാനോ ചെയ്തയാളെ സംരക്ഷിക്കാനോ പാർട്ടി മെനക്കെടാറില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുദ്ധി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാന ഘടകമാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ യോഗം ചേരുന്നത്. ഒരു പ്രധാന പ്രശ്നം നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളം പട്ടണത്തിൽ മലയാള മനോരമയുടെ ഒരു പരിപാടി നടക്കുകയുണ്ടായി. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്. ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് പങ്കെടുത്തത്. അദ്ദേഹം സാധാരണഗതിയിൽ കടന്നു ചെല്ലേണ്ടതില്ലാത്ത ഒരു ഭാഗത്തേക്ക് കടന്നു ചെന്നു. അത് മലയാള മനോരമ സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കലാണ് ഔചിത്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഞങ്ങൾ നേടും, BJP നേടും നടത്തും. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഞങ്ങൾ നേടും. അമിത്ഷാ BJPയുടെ സമുന്നതരായ ചുരുക്കം നേതാക്കൾ ഒരാളാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളീയ സമൂഹം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. CPIMO ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലത്. കേരളീയ സമൂഹം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെതായ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കുറച്ചുനാൾ മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അമിത്ഷാക്ക് താല്പര്യമുള്ള ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ മറ്റോ ഇരിക്കുന്ന ഒരാൾ വരികയുണ്ട്. ആ പരിപാടി കഴിഞ്ഞപ്പോൾ കേരളം കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു വണ്ടി പിടിച്ച് അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തെ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ഗ്രാമങ്ങളിൽ പോകാനാണ് അദ്ദേഹം താല്പര്യമെടുത്തത്. അപ്പോഴാണല്ലോ യഥാർത്ഥ ചിത്രം കിട്ടുക. അപ്പോൾ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സിട്ട് കാണുന്നത്? എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടക്കുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഗ്രാമങ്ങളിൽ ഉടുപ്പിടുന്നവർ വളരെ ചുരുക്കമാണെന്ന് അർത്ഥം. ഭയങ്കര ആശ്ചര്യം അദ്ദേഹത്തിന്. ഇവിടെ എന്താണ് മാലിന്യമൊന്നും ഇങ്ങനെ കാണാത്തത്?
അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നുണ്ട് അത് ഹരിതകർമ്മസേനയുണ്ട്, അവരിങ്ങനെ ചെയ്യാണ്, അങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുകയാണ്. ഓ, ഇതാണോ കേരളം? ഞാൻ ഇങ്ങനെയല്ല കേട്ടിരുന്നത്. അപ്പം യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയാണ്. എന്നിട്ട് ആ ഡ്രൈവറോട് അദ്ദേഹം പറയാണ് പോലും, ഞാൻ വീണ്ടും വരും, നിങ്ങൾ തന്നെ വരണം ഡ്രൈവറായിട്ട് കേട്ടോ. ഇപ്പൊ ഈ ഭാഗത്തേ പോയുള്ളൂ. ഈ ഭാഗത്ത് വെച്ചാൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരികയാണ്. ഇനി എറണാകുളത്ത് ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് ആ സ്ഥലവും കൂടി കാണേണ്ടതുണ്ട്. ഇതാണ് കേരളം. ഈ കേരളം ഈ രീതിയിൽ നിലനിൽക്കണോ? അതാണ് പ്രശ്നം. അവിടെ നാം കാണേണ്ട കാര്യം RSS പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല. അതാണ് നാം കാണേണ്ടത്. ഇപ്പോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. ഇവിടുന്ന് ഇറങ്ങി ഒരാള് അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകുന്നവരാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും, മറ്റൊരാള് അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും. അത് ഒരു പ്രശ്നമല്ല ആർക്കും. ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ കേരളത്തിൽ നിന്ന് നടക്കും. എന്തുകൊണ്ടാണ് നടക്കുന്നത്? RSSന് മേധാവിത്വം കിട്ടിയിട്ടില്ല. സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം പരുതിയാണ് ആളെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകളുടെ നേരെ ആക്രമണം. നമ്മുടെ കേരള തനിമയങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോ ഓണം, കഴിഞ്ഞ ഓണം നല്ല സമൃദ്ധമായിരുന്നല്ലോ. ആർക്കും പരാതിയില്ലാതെ നല്ല രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചത്. ആ ഓണനാളില് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് അദ്ദേഹം എന്നെ കാണിച്ചു തന്നു. ഒരു സംഘപരിവാറുകാരൻ അയച്ച മെസ്സേജാണ്. അതിലെ മഹാവിഷ്ണു നിൽക്കുന്നു, അതിൻ്റെ താഴെ വാമനൻ നിൽക്കുന്നു, വാമനന്റെ കാൽക്കൽ മഹാബലി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഹാബലിയെ നാം ഓർക്കുന്നു. RSSന് അതിനോട് യോജിപ്പില്ല, വാമനെയാണ് ഓർക്കേണ്ടത്. അപ്പോ ഓണത്തിന്റെ മഹാബലിയെ അടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് RSSന് മേധാവിത്വം കിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, എല്ലാവരും, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ ആകെ, എന്നാൽ തെക്കേ ഇന്ത്യ മാത്രമല്ല, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവര് എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ. എന്താണ് അവരുടെ ഉദ്ദേശം? അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്, വാവർക്കും പ്രധാന സ്ഥാനമുണ്ട്. ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറെ ചൊടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? അത് ശബരിമലയെ അംഗീകരിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ? എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ്, ശബരിമലയുടെ സ്വഭാവം അടക്കമാണ്. ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക. ഒരു കാലത്ത് വലിയ തോതിൽ ജാതിഭേദവും മതദ്വേഷവും എല്ലാം ഉണ്ടായൊരു നാടാണിത്. ആ നാടിനെ നോക്കിയാണ് ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ആക്ഷേപിച്ചത്. ആ ഭ്രാന്താലയത്തെ ഉന്നതമായ മാനവികത പുലർത്തുന്ന ഒരു മനുഷ്യാലയമാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതിലെ നവോത്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ശ്രമിച്ചത്. ഇതെല്ലാം തകരും. ഇതിനെല്ലാം തകർക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുക. അപ്പോ ആ ധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് തന്നെ പ്രത്യേക പരിരക്ഷ നൽകേണ്ടവരാണ്. എന്നാൽ സംഘപരിവാർ ആ പരിരക്ഷയല്ല, എപ്പോഴും ആക്രമണത്തിനാണ് ഒരുമ്പെടുന്നത്. ഇതും നാം കാണണം. നമ്മുടെ നാട് ശാന്തമാണ്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്നൊരു നാടാണിത്. ഈ നാടിനെ ജാതിഭേദവും മതദ്വേഷവും ഉള്ളൊരു നാടാക്കി മാറ്റാനാണ് സംഘപരിവാർ
സ്വാധീനം കൊണ്ട് ഇടവരിക എന്നത് നാം ആശങ്കയോടെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോ CPIM-ഓ LDF-ഓ മാത്രമല്ല, കേരളീയ സമൂഹമാകെ ഇത് ഗൗരവമായി കാണണം. അമിത്ഷാ പറയുന്നത് പോലെ BJP-ക്ക് നൽകുന്ന വോട്ട്, ആ ഓരോ വോട്ടും ഈ കേരളത്തിന്റെ തനിമയെ തകർക്കാനാണ് ഇടവരുത്തുക എന്നത് തിരിച്ചറിയാനാവണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ LDF അധികാരത്തിലേറിയിട്ട് 10 വർഷം തികയാൻ പോകുന്നു. 10 വർഷം തികയുന്ന ഘട്ടത്തോടെ പുതിയ തെരഞ്ഞെടുപ്പും വരികയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ആലോചിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2016 അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാരിനെ ഒഴിവാക്കി LDF സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. അങ്ങനെ അധികാരത്തിലേറ്റുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഞാനതിൻ്റെ മറ്റ് കണക്കുകളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം. 2016 മുൻപുള്ള 5 വർഷം, 2011 മുതൽ 16 വരെ UDF അധികാരത്തിൽ. 2011 അധികാരത്തിലേറിയ UDF തകർന്ന കേരളത്തിലല്ല അധികാരമേറ്റത്. 2006 മുതൽ 2011 വരെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ നല്ല പുരോഗതിയാണ് ഓരോ രംഗത്തും കൊണ്ടുവന്നത്. എല്ലാ രംഗത്തും പുരോഗതിയായിരുന്നു. അത് ഖജനാവിലടക്കം പ്രതിഫലിച്ചിരുന്നു. ആ കേരളത്തെ തീർത്തും പാപ്പരാക്കുന്ന അവസ്ഥയിലേക്കാണ് 5 വർഷം UDF ഭരിച്ചപ്പോൾ എത്തിച്ചത്. 2011-16 ആകുമ്പോൾ തകരാത്ത ഒരു മേഖലയില്ല. വിദ്യാഭ്യാസ രംഗം നേരത്തെ മുതൽ നാം നല്ല രീതിയിൽ മേന്മ നേടിയ ഒരു മേഖലയാണ്. രാജ്യവും ലോകവും ശ്രദ്ധിച്ച മേഖലയാണ്. എന്നാൽ 2016 ആയപ്പോൾ വലിയ തകർച്ച സംഭവിച്ചിരുന്നു. മാത്രമല്ല ആരോഗ്യരംഗത്തും വൻപിച്ച തകർച്ചയാണ് സംഭവിച്ചത്. ഏത് രംഗ തകരാതെ ഉണ്ടായിരുന്നത്? നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ തയ്യാറായില്ലല്ലോ. 600 രൂപയാണല്ലോ അന്ന് കൊടുക്കേണ്ടത്. അത് എത്ര വർഷ? 1.5 വർഷത്തോളം കുടിശ്ശിക. 2016 അധികാരത്തിൽ വന്ന ആദ്യത്തെ LDF മന്ത്രിസഭ ചെയ്ത കാര്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കലായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യം 2016 ശേഷം 21 വരെ കേരളത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത്. അതിന് വലിയ ഫലമുണ്ടായി. ഓരോ മേഖലയും എടുത്തിപ്പോ പറയുന്നില്ല. വിദ്യാഭ്യാസ രംഗം എല്ലാവർക്കും അറിയാം. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയെടുത്ത് 10 ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേർന്നു. 5000 കോടിയോളം രൂപയാണ് അവിടെ സ്കൂളുകൾക്ക് സർക്കാർ ചെലവിട്ടത്. ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി, ഹൈടെക് സ്കൂളുകളായി. എല്ലാ സൗകര്യങ്ങളും അക്കാദമിക് മികവിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ഒരു രംഗമാണോ? ആരോഗ്യരംഗം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിലാണ് മെച്ചപ്പെട്ടു വന്നത്. വലിയ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായി. ഇപ്പോ എവിടെയെത്തി നമ്മുടെ ആരോഗ്യരംഗം? കോവിഡ് നേരിട്ടപ്പോൾ കോവിഡിന് നമ്മെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു നാട് എന്ന രീതിയിൽ കേരളം അറിയപ്പെട്ടു. നാഷണൽ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, എടമൺ കൊച്ചി പവർ ഹൈവേ, അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. 2016-21 കാലം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വർഷവും അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് മുഖേന. 2021 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ച 600 ഇനങ്ങളിൽ 580 എണ്ണം പൂർണ്ണമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് എന്നതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ആ ഗവൺമെന്റ് വരട്ടെ അധികാരത്തിൽ, തുടരട്ടെ അധികാരം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഇതല്ലേ വസ്തുത? ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു അധികാര തുടർച്ച 2021 മുതൽ 1 മാസം 2 മാസം കൂടി കഴിഞ്ഞാൽ 26 പോവുകയാണല്ലോ. 10 വർഷം ഒന്നിച്ചെടുത്തോളൂ. ആ 10 വർഷം ഒന്നിച്ചെടുത്താൽ കേരളം പുറകോട്ട് പോയോ? ഓരോ രംഗവും എടുത്തോളൂ, കേരളം എല്ലാ രംഗത്തും മുന്നോട്ട് പോയി. ഇത് പഴയകാല കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതോർക്കാനാണ് 2006-11, 2011-16 അനുഭവം നേരത്തെ സൂചിപ്പിച്ചത്. 2006-11 നല്ല പുരോഗതി LDF സർക്കാർ ഉണ്ടാക്കി. പക്ഷേ 2011-16 UDF വന്നപ്പോൾ വീണ്ടും അധോഗതിയായി. 2016-21 LDF ഗവൺമെന്റ് സ്വാഭാവികമായും പുരോഗതി ഉണ്ടാക്കി. 2021 തുടർഭരണം വന്നപ്പോൾ അതിന് തുടർച്ചയുണ്ടായി, ആ പുരോഗതിക്ക് തുടർച്ചയുണ്ടായി. നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. കേരളം വലിയ തോതിൽ
വികസനത്തിൽ കുതിപ്പുണ്ടാക്കി. ഇതല്ലേ വസ്തുത? എല്ലാ രംഗവും പരിശോധിക്കാം. ഇപ്പൊ ആ പരിശോധനയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ആ രംഗം വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യരംഗത്തെ ഒരു കാര്യം മാത്രം പറയാം. ആരോഗ്യരംഗത്ത് നേരത്തെ മികവുണ്ട്. പക്ഷേ ഈ ഘട്ടം എവിടെയെത്തി? നമ്മുടെ ശിശുക്കളുടെ മരണം, നവജാത ശിശുക്കൾ അമേരിക്കയിൽ 5.6, കേരളം 5%. അമേരിക്കയെ കവച്ചു വെച്ച ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ഈ രംഗത്ത് മാത്രമാണോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം, നമ്മുടെ യൂണിവേഴ്സിറ്റികള് A++ ഗ്രേഡ് നേടിയത്, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ ആദ്യത്തെ 12-ൽ 3 എണ്ണം നമ്മുടെ സംസ്ഥാനത്ത്, 50 എണ്ണം എടുത്താൽ 4 എണ്ണം നമ്മുടെ സംസ്ഥാനത്ത്, 100 മികവാർന്ന കോളേജ് ദേശീയ തലത്തിൽ, 16 എണ്ണം കേരളത്തിൽ. മാറ്റമല്ലേ ഇതൊക്കെ? ആ മാറ്റം ഈ തുടർ ഭരണം കൊണ്ടല്ലേ. ഇപ്പോ വ്യാവസായിക രംഗത്ത് നമ്മൾ വലിയ കുതിപ്പുണ്ടാക്കി. എങ്ങനെയാണ് ആ കുതിപ്പുണ്ടായത്? 2016 മുതൽ 2021 വരെയുള്ള ആ ഗവൺമെന്റ് നടത്തിയ വ്യവസായ രംഗത്തെ പ്രവർത്തനങ്ങളുണ്ട്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല, ഇവിടെ ആരും നിക്ഷേപിക്കാൻ വരില്ല, ആ ഒരു ധാരണയായിരുന്നല്ലോ. അത് മാറ്റുന്നതിനാണ് നടപടിയെടുത്തത്. ഒരുപാട് ഇടപെടലുകൾ, വിവിധ മേഖലകളുമായി നടത്തിയ ചർച്ചകൾ, അവസാന നിയമ ഭേദഗതികൾ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യൽ, വ്യവസായം ആരംഭിക്കുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും അനുമതിയും ഒരുക്കൽ. തടസ്സം നിന്നാൽ അത് സാധാരണഗതിയിൽ നടപ്പായി പോകും എന്ന് നിയമപ്രകാരം വ്യവസ്ഥ കൊണ്ടുവരൽ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 21 വരുന്നത്. 21-ലെ സർക്കാർ അതേ വഴിയിൽ പിന്തുടർന്നു, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയി. അപ്പോ നിക്ഷേപ സൗഹൃദം ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനം കേരളം നേടി. ഒരു കാലത്ത് ഇത് ഊഹിക്കാൻ കഴിയുമായിരുന്നോ? തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണത്. അപ്പോ തുടർ ഭരണം കേരളത്തിന്റെ വികസനത്തിനാണ് വഴിവെച്ചത്. ഇവിടുത്തെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും തുടർ ഭരണം ഇടയാക്കിയിട്ടുണ്ട്. ജനുവരിയിൽ നാഷണൽ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ശ്രീ ഗഡ്കരിയുമായി ചർച്ച നടത്തിയപ്പോ ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ മാറ്റം എല്ലാ രംഗത്തും. ഈ മാറ്റം നമുക്ക് ആവശ്യമല്ലേ? കേരളം ഇനിയും മുന്നേറണ്ടേ? എങ്ങോട്ട് മുന്നേറണം? നമ്മുടെ നാടിന്റെ ജീവ നിലവാരം വർദ്ധിക്കണം. ഇവിടെ പറഞ്ഞു, അതിദരിദ്രരില്ലാത്ത ഒരു ഭൂപ്രദേശം എന്നത് ലോകത്ത് അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ. ആ അപൂർവതയിൽ നമ്മൾ സ്ഥാനം നേടുകയാണ്. വലിയ താമസമില്ല, നവംബർ 1-ന് അതിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിദരിദ്രരില്ലാത്ത ഒരു നാടായി കേരളം മാറുന്നു. ഇങ്ങനെ നമ്മുടെ നാട്, ജനങ്ങളുടെ ജീവ നിലവാരം ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം. എല്ലാവരും വികസനത്തിന്റെ സ്വാദറിയണം. എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കണം. അതിനാണ് ഈ ഭരണം, തുടർ ഭരണം ഇനിയും തുടരണം എന്ന് തന്നെ CPIM-ഉം LDF-ഉം ആവർത്തിച്ച് പറയുന്നത്. അത് നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. ഈ അഴീക്കോട് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.